PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാറ്റഗറി നമ്പർ 065/2024 ഉൾപ്പെട്ട പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റാണ് പ്രൊവിഷണലായിട്ട് എലിജിബിൾ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ പോസ്റ്റിന്റെ പേര് ഓഫീസ് അറ്റൻഡന്റ്, സ്റ്റേറ്റ് വൈഡ് ആണ്. കാറ്റഗറി നമ്പർ 065/2024. കേരള ബാങ്കിലേക്ക്, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. അതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 16,500 മുതൽ 44,050 വരെ. അപ്പൊ ഇതിന്റെ OMR പരീക്ഷ നടന്നത് 26/10/2024 അപ്പോൾ ഈ രജിസ്റ്റർ നമ്പേഴ്സ് ഇവിടെ PSC വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കുറേ പേര് അപ്ലോഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഉണ്ടെങ്കിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പേഴ്സൊക്കെ ന്യൂമറിക്കൽ സീക്വൻസിലാണ്, അത് റാങ്കിന്റെ അടിസ്ഥാനത്തിലല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോബബിലിറ്റി ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ 735 ഉദ്യോഗാർത്ഥികളും സപ്ലിമെന്ററി ലിസ്റ്റിൽ 773 ഉദ്യോഗാർത്ഥികളും ആണ് ഉള്ളത്. പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിലാണെങ്കിൽ 32 പേരും. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 1540 ആണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നടന്ന OMR ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ആ OMR ടെസ്റ്റിൽ ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ്. ഇനി ഇവരുടെ വെരിഫിക്കേഷനിൽ അപാകതകൾ കണ്ടെത്തിയ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ 735 ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിലുള്ള ആ OMR പരീക്ഷയിൽ ലാസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ മാർക്ക്, അതായത് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് 83.33 മാർക്കും അതിന് മുകളിലും കിട്ടിയവരെയാണ് ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ റിസർവേഷൻ അതിൻ്റെ റൂളൊക്കെ അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് റിസർവേഷൻ കമ്മ്യൂണിറ്റീസ്, പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ്, അവരുടെയൊക്കെ മാർക്ക് കുറച്ചിട്ടുണ്ട്. കാരണം അവരുടെ നമ്പർ ജോലിയിലും അതുപോലെ ലിസ്റ്റിലൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം വൺ ടൈം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഡേറ്റ്, ടൈം, സ്ഥലമൊക്കെ PSC പിന്നീട് പ്രൊഫൈൽ മെസ്സേജ് വഴിയോ SMS വഴിയോ ഒക്കെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റിനുള്ളിൽ വെരിഫൈ ചെയ്യാൻ പറ്റാത്തവര് അവരൊക്കെ ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ നിന്ന് അതുപോലെ ഡിഫക്റ്റ് ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പോഴത്തെ നിലവിലത്തെ പ്രൊസീജിയർ പ്രകാരം ഈ ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം, അതായത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്നൊക്കെയാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റിസർവേഷൻ കമ്മ്യൂണിറ്റീസ്, OBC കാറ്റഗറിപ്പെട്ടവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതാവണം. അതുപോലെ തന്നെ EWSകാർ EWS സർട്ടിഫിക്കറ്റ് ഒക്കെ വൺ ടൈം വെരിഫിക്കേഷന്റെ സമയത്ത് ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആൻസർ സ്ക്രിപ്റ്റിന്റെ, അതായത് OMR ആൻസർ സ്ക്രിപ്റ്റിന്റെ കോപ്പി ഈ 26/10/2024 നടന്ന ഈ പരീക്ഷയുടെ അത് അപ്ലൈ ചെയ്യണവർക്ക് പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഒക്കെ അടച്ചിതാവണവർക്ക് അത് റാങ്ക് ലിസ്റ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷമൊക്കെ ഇതാവും എന്നൊക്കെ പറഞ്ഞേക്കണേ. റാങ്ക് ലിസ്റ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ കേരള ബാങ്ക് OA കുറിച്ചുള്ള പ്രോബബിലിറ്റി ലിസ്റ്റിലെ ഷോർട്ട് ലിസ്റ്റിലെ വിവരങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.